ഇന്ന് ഡേറ്റ് ആണ്, ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇടാത്ത ഒരു ബക്കറ്റ് ലിസ്റ്റിലൊരു സാധനം കംപ്ലീറ്റ് ചെയ്യാനുണ്ടായി. ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ ടെൻ്റ് അടിച്ച് ഞാനൊരു ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒന്നുമില്ല, വെറുതെ പോസ്റ്റ് അടിച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പം വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഡേറ്റ്. ബോറടിക്കുന്ന വീട്ടിലിരുന്നിട്ട് ഇന്ന് പണിയുണ്ടായില്ല. എടുക്കുന്ന പണീൻ്റെ പ്രശ്നമാണ്, എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. ഒന്നും എടുക്കാനില്ലാതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ വിചാരിച്ച്. നമ്മൾ ലൈഫിൽ ഒരുപാട് കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം ആ ഒരു ആഗ്രഹങ്ങളെല്ലാം സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്കിപ്പം പറ്റുമെങ്കിൽ കുറച്ച് സമയം ഉണ്ടാക്കി പോയിട്ട് ചെയ്യുക. എന്നുവെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പം പറ്റണമെന്നില്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ പോയിട്ട് ചെയ്തത്. അതായത് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ വളരെ ചെറിയ ഒരാഗ്രഹമാണ്. അധികം ചിലവും കാര്യങ്ങളൊന്നുമില്ല. തൊട്ടടുത്തില്ല ഒരു മലേൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയിട്ട് ടെൻ്റ് അടിച്ച് വൈകുന്നേരം സൺസെറ്റും കണ്ടുകൊണ്ട് ടെൻ്റ് അടിച്ച് അവിടെ സ്റ്റേ ചെയ്ത് രാത്രി ഫുഡെല്ലാം കഴിച്ച് ആ മലേൻ്റെ മുകളിൽ കിടന്നുറങ്ങി. രാവിലെ എണീച്ച് അവിടെ നിന്നിരുന്ന കാടും പുല്ലെല്ലാം പറക്കി ഒരു കട്ടനെല്ലാം ഇട്ട് കുടിച്ച് രാവിലെ സൺറൈസും കണ്ട്. അത് നമുക്ക് ആ ഒരു ആഗ്രഹം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, നിങ്ങളുടെ കൂടെ ഫ്രണ്ടും ആരും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒറ്റയ്ക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇന്നലെ ആരും ഇല്ലെങ്കിലും ഞാൻ പോയിട്ട് തേങ്ങ വീഴുക, തേങ്ങയുണ്ട്, റിസ്ക്കാണ്. അപ്പോൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് പോയിട്ട് ചെയ്യുക. എൻ്റെ ഒരു ഐഡിയോളജി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ജീവിതം ഒന്നേ ഇല്ലൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ്. അത് വളരെ ചെറിയ കുറച്ച് സമയം മാത്രമേ ഇല്ലൂ. അപ്പോൾ ആ ഒരു ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്തി മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാണ്ട് ജീവിച്ച് പോകുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പൈസ ഉണ്ടാക്കണ്ട, പൈസക്ക് പിറകെ ഓടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ജീവിക്കാൻ മറക്കാതെക്കുക. ഐ മീൻ, ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനല്ലേ. അപ്പോൾ ജീവിക്കാം. അപ്പം ഞാൻ ആ ചെയ്തൊരു എക്സ്പീരിയൻസ് അത് വളരെ കിട്ടില്ല എക്സ്പീരിയൻസ്. ഞാൻ അതന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട ചെറിയ കുഞ്ഞാഗ്രഹങ്ങൾ അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക. ഒരുപാട് കാലം കഴിഞ്ഞ് വയസ്സായി കട്ടുമെന്ന് എണീക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പം റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. എൻ്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. ഒരു 50 വയസ്സാകുമ്പോൾ എല്ലാം ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ നടക്കുന്ന കുറച്ച് ആളുണ്ട്. അതായത് ലൈഫെല്ലാം ഒന്ന് സെറ്റിലായി എല്ലാം കരിയറെല്ലാം സെറ്റിലായി. എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് നമ്മളെ ആരോഗ്യം, സമയമുണ്ടെങ്കിൽ നമ്മളെ ആരോഗ്യം ഇതിനുള്ള സംബന്ധിക്കുന്നു. ഞാനിപ്പം വണ്ടിയിലും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നതാണ്. ഒരു 50 വയസ്സാകുമ്പോൾ എന്നെ കൊണ്ടാവില്ല ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത്. Just do what makes you happy. ഞാനിതിങ്ങനെ ഉപദേശിക്കാനോ പറയാനും ആരെല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.
ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ സംഭവം നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ സിമ്പിളാണ്. അതിന് വലിയ റൂളും കാര്യങ്ങളും നോക്കേണ്ട പ്രശ്നം കാര്യമൊന്നും. നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതങ്ങ് ഷൂട്ട് ചെയ്യുക, അങ്ങ് സംസാരിക്കുക. അതെല്ലാം വീഡിയോ എടുത്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് പറയണമല്ലോ, സിനിമാറ്റിക്കായിട്ട് പറയണമല്ലോ, ആൾക്കാരെ പിടിച്ചെത്തണോ. ഞാനിപ്പോൾ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചിന്തിക്കുന്നില്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ പറയുക, എന്തെങ്കിലും ആക്കി എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഫെയിമോ റീച്ചോ കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കാണ്ട് ചെയ്യുക. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഇത്ര മതിയല്ലേ? അധികം പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. ജസ്റ്റ് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യുക, ജീവിക്കുക. ഇയാളാണ് എൻ്റെ ഐഡോൾ. ഹാർഡ് വർക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക, മെയിനായിട്ടുള്ള കാര്യം ജീവിക്കാം. അപ്പം ശരി, ബൈ.